ശ്രീമതി ബിന്ദു കൃഷ്ണ, നോക്കൂ, തീർത്തും അശ്ലീലമായിട്ടുള്ള സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പച്ചയ്ക്ക് പറയുകയാണ്. ഒരു തരത്തിലും കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ലജ്ജയും കൂടാതെ, ലവലേശം ലജ്ജയില്ലാതെ ഇങ്ങനെ പച്ചയ്ക്ക് ഒരു സ്ത്രീയെ പറ്റി അത്രമേൽ മോശമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകൻ, ഒരു നേതാവ് സംസാരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീരുന്നുണ്ട് ഈ പറയുന്ന പ്രശ്നം. ശ്രീ ഹരിഹരന്റെ പ്രസ്താവനയെ ശക്തമായി അപലപിക്കുന്നു എന്നത് മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിൽ വരേണ്ട പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ച് എല്ലാവരും വാചാലരാകുന്ന സമയത്ത് പക്ഷേ സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾക്കും ചിന്തകൾക്കും എതിരായൊരു അവബോധം ഇന്ന് ഒരു പാർട്ടിക്കാർ പറയും, അപ്പൊ മറു പാർട്ടിക്കാർ എതിർക്കും, അടുത്ത ദിവസം അടുത്ത പാർട്ടിക്കാർ പറയും, മറു പാർട്ടിക്കാർ എതിർക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു പൊതുവായി ഇത്തരം ചിന്തകളെ തന്നെ, വികലമായ അങ്ങേയറ്റം നീചമായ ചിന്തകളെ തന്നെ ഇല്ലാതെയാക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം കേരളത്തിൽ വളർന്നു വരേണ്ടതായിട്ടുണ്ട്. സ്ത്രീകൾ എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ, പൊതുരംഗത്തിന് അപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ, അവരെ ഇത്തരം പരാമർശങ്ങളിലൂടെ നേരിടുന്ന അത് ഏത് കാര്യം, ഒരുപക്ഷെ അവർക്ക് ഇതൊക്കെ കേൾക്കിട്ട് ചിരിക്കാൻ ആളുണ്ടാകും. ആ ജനങ്ങളുടെ പ്രതികരണം കൂടി ഇതിൽ പ്രധാനമാണ്. ഇത് അശ്ലീലമാണ്, ഇത് തെറ്റാണ്, ഇത് സ്ത്രീവിരുദ്ധമാണെന്ന് കൃത്യമായ നിലപാടെടുക്കുവാൻ പൊതുസമൂഹം കൂടി ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതിന്റെ അവസാനത്തെ സൂചികയായി ഇതിനെ കാണുവാൻ കഴിയും. കേവലം ഖേദപ്രകടനം നടത്തുന്ന ഒരു തിരിച്ചറിവാണല്ലോ. ആ തിരിച്ചറിവ് മാത്രം പോരാ, ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. ഈ കക്ഷി ഖേദപ്രകടനത്തിന്റെ ഇപ്പൊ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കാണിക്കുകയുണ്ടായി. മാധ്യമ പ്രവർത്തകരും ചില സുഹൃത്തുക്കളും എന്നെ ചൂണ്ടിക്കാണിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വയം ബോധ്യപ്പെട്ടു എന്നൊരു വരി അതിനകത്തില്ല ഇപ്പോൾ. അതെ, അത് തന്നെയാണ് പ്രശ്നം. ഏതൊരു വ്യക്തിയായാലും, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർ, പൊതുരംഗത്ത് നിൽക്കുന്നവർ ജനാധിപത്യ സമൂഹത്തിൽ പൊതുജനങ്ങൾക്ക് മാതൃകയാകേണ്ടവരാണ്. അത്ര മാതൃകയാകേണ്ടവർ മാതൃകയാകുന്നില്ല എന്നത് പോകട്ടെ, അവർ സ്ത്രീവിരുദ്ധമായ നിലപാടുകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സാഹചര്യം ഏത് പശ്ചാത്തലത്തിലായാലും പാടുള്ളതല്ല. കൃത്യമായ നിലപാടെടുക്കണം. രാഷ്ട്രീയത്തിനപ്പുറമായ ഒരു നിലപാട് ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്നാണ് എന്റെ കൃത്യമായ നിലപാട്. അതായത് ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സമയത്ത് ഉടനീളം ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, ഈ വീഡിയോ വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോഴൊക്കെയും തനിക്കെതിരെ വ്യക്തിഹത്യ, സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് കെ ശൈലജ ടീച്ചർ പലപ്പോഴും വളരെ വൈകാരികമായി വരെ കെ ശൈലജ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അതിനൊക്കെ പൂർണ്ണമായും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ അറ്റാക്ക് ചെയ്ത് അവർക്കെതിരെയുള്ള പല നീക്കങ്ങൾ നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പ്രശ്നം വരുമ്പോൾ കെ ശൈലജയെ പിന്തുണയ്ക്കുന്നുണ്ടോ, അവർക്കൊപ്പം നിൽക്കുന്നുണ്ടോ? ഒന്നാമതായി ഈ ഇത്തരത്തിലുള്ള ശ്രീമതി കെ ശൈലജ വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയത്തിനപ്പുറം ഉയർത്തിയിട്ടുള്ള കാര്യങ്ങളിൽ സത്യസന്ധമാണെങ്കിൽ അതിനൊപ്പം നിൽക്കാൻ കഴിയും. പക്ഷെ പിൽക്കാലത്തിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഉണ്ടായ നിലപാടുകൾ രാഷ്ട്രീയ വിജയത്തിനായി ഏത് മാർഗവും ഉപയോഗിക്കുന്നു എന്നൊരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. വീഡിയോ വന്നു എന്നതിനെ സംബന്ധിച്ച് ശൈലജ ടീച്ചർ തന്നെ പിന്നീട് പറഞ്ഞങ്ങനെ വീഡിയോ ഉണ്ടായിട്ടില്ല, പോസ്റ്റ് മാത്രമുണ്ട്. അങ്ങനെയൊന്നും ശരിയല്ല. രാഷ്ട്രീയ വിജയത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പറയട്ടെ, ആശയം പറയട്ടെ, മുന്നണിയുടെ നിലപാട് പറയട്ടെ, അതിനപ്പുറത്ത് ഉള്ളതാണ് എങ്കിൽ തീർച്ചയായും ഒരു സ്ത്രീക്കെതിരെ കെ ശൈലജയല്ല, ആരായാലും സ്ത്രീക്കെതിരെ അത്തരം നിലപാടെടുക്കാൻ പാടില്ല. പക്ഷെ അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ അത് പറയുന്നതും തെറ്റാണ്. ഞാൻ അവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു, ഇത്തരം കാര്യങ്ങളിൽ കേരളത്തിന് ഒരു നിലപാടേ ഉണ്ടാകൂ. ഏത് സ്ത്രീ ആയാലും, അത് വീട്ടിലിരിക്കുന്ന സ്ത്രീ ആയിക്കോട്ടെ, ജോലിക്ക് പോകുന്ന സ്ത്രീ ആയിക്കോട്ടെ, പൊതുരംഗത്ത് നിൽക്കുന്ന സ്ത്രീ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആശയപരമായി എതിർക്കൂ, ആശയപരമായി സമ്മതിക്കൂ. അതിനപ്പുറത്തേക്ക് വ്യക്തി എന്ന നിലയിൽ, സ്ത്രീ എന്ന നിലയിൽ അപമാനിച്ചും ആക്ഷേപിച്ചും പൊതുപ്രവർത്തനം നടത്താൻ ശരിയല്ല. അതോടൊപ്പം തന്നെ ചില കേസുകളിലൊക്കെ തന്നെ എടുക്കുന്ന ഡിഫൻസ് പോലെ ഇത് വെച്ചിട്ട് രാഷ്ട്രീയ വികാരത്തിന്റെ പേരിൽ വോട്ട് വാങ്ങാം, അതും ശരിയല്ല. കറക്റ്റ്നെസ്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഈസ് മസ്റ്റ്.